ഞാൻ ടി വി അബ്ദുറഹിമാൻകുട്ടി, റിട്ടയർഡ് അധ്യാപകൻ, പൊന്നാനിയുടെ ചരിത്രകാരൻ. പൊന്നാനി എന്ന പ്രദേശം നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു ദേശമാണ്. ചരിത്രത്തിൻ്റെ അക്ഷയഖനിയുമാണ്. ഈ നാട്ടിൻ്റെ പേരിനെപ്പറ്റി തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ സ്ഥലനാമ ഗവേഷകർ പറയുന്നുണ്ട്. പല നാടുകൾക്കും വികലമായ പേരുകളാണ് ഉണ്ടെങ്കിലും പൊന്നാനി എന്ന പേര് സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ലോഹത്തിൻ്റെ പേരാണ് പൊന്ന്. ഈ പൊന്നിൽ നിന്നാണ് പൊന്നാനി എന്ന പേര് ഉത്ഭവിക്കാൻ കാരണമെന്നാണ് സ്ഥലനാമ ഗവേഷകർ പറയുന്നത്. അതായത് നൂറ്റാണ്ടുകളായി അറബികൾ പൊന്നാനിയുമായി വ്യാപാര ബന്ധങ്ങൾ നടന്നിരുന്നു. അറബികൾ ആദ്യമായി പൊന്നാണയം പ്രചരിപ്പിച്ച പ്രദേശമായതിനാലാണ് പൊന്നാനി എന്ന പേര് കിട്ടാൻ കാരണമെന്ന് സ്ഥലനാമ ഗവേഷകർ പറയുന്നുണ്ട്. അതേപ്രകാരം തന്നെ അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഏറ്റ് പൊന്നാനിപ്പുഴ അല്ലെങ്കിൽ ഭാരതപ്പുഴ അറബിക്കടലുമായി വൈകുന്നേരങ്ങളിൽ ലയിക്കുന്ന സമയത്ത് പൊന്നാനിപ്പുഴക്ക് ഒരു സ്വർണ്ണവർണ്ണ കളറ് വരും. സ്വർണ്ണ കളറുകൾ വരും. അതായത് ആ കളറ് പൊന്നിൻ്റെ കളറാണ്. ആയതുകൊണ്ടിട്ടാണ് പൊന്നാനി എന്ന പേര് സിദ്ധിക്കാൻ കാരണം എന്നും അഭിപ്രായമുണ്ട്. പിന്നെ പൊന്നാനി എന്ന പ്രദേശം ആദ്യകാലം മുതൽ തന്നെ ഒരവസരത്തിൽ നമ്പൂതിരിമാരുടെ ആധിപത്യമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിനായി ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പൊന്നാനിപ്പുഴയിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ ഒരവസരത്തിൽ അവർ സഞ്ചരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് തിരുവിതാംകൂർ മഹാരാജാവ് ഒരു പൊന്നിൻ്റെ ആന സംഭാവനയായി നൽകി. ആ പൊന്നിൻ്റെ ആന പൊന്നാനിപ്പുഴയുടെ തീരപ്രദേശത്ത് വെച്ച സമയത്ത് പാക്കനാർ വന്ന് പറഞ്ഞു, ചത്ത ജന്തുക്കളുടെ, ജീവനില്ലാത്ത ജന്തുക്കളുടെ ഉടമസ്ഥാവകാശം എനിക്കാണ്. അപ്പോൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പറഞ്ഞു, ഒരിക്കലും തന്നെ ആ അവകാശവാദം ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദൃശ്യ ശക്തിയാൽ ആ പൊന്നിൻ്റെ ആന നടന്നു. അങ്ങനെ പൊന്നാന നടന്ന പ്രദേശം പൊന്നാനി ആയി. പൊന്നൻ എന്ന നാടുവാഴി ഭരിച്ചിരുന്ന പ്രദേശം പൊന്നാനിയായി. ഇങ്ങനെ പല രീതിയിലുള്ള സ്ഥലനാമ ചരിത്രങ്ങൾ പൊന്നാനിക്കുണ്ട്. ഇതിനെല്ലാം പുറമെ തന്നെ പിന്നെ പൊന്നിൻ്റെ അയിരുകൾ, അതായത് സാധാരണ പൊന്നിൻ്റെ പൊടികൾ പ്രചരിച്ച പ്രദേശമാണ് പൊന്നാനി എന്ന് പ്രശസ്ത സാഹിത്യകാരനായ സി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും സ്ഥലനാമത്തിൻ്റെ പേരിൽ ഒരു ഐശ്വര്യ സമ്പൂർണമായ ഒരു പ്രദേശമാണ് പൊന്നാനി. ഇതിനെല്ലാം പുറമേ തന്നെ ഒരു കാലത്ത് മലബാറിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായിരുന്നു പൊന്നാനി. മാത്രമല്ല മതമൈത്രിയുടെ ഒരു ഗേഹം കൂടിയാണ് പൊന്നാനി. 1921 മലബാർ കലാപകാലത്ത് പോലും മതമൈത്രിക്ക് യാതൊരു പോറലും ഏൽക്കാത്ത ഒരു പ്രദേശമാണ് പൊന്നാനി. ആ ഒരു പൈതൃക സ്വഭാവം ഇന്നും പൊന്നാനിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും തന്നെ സാംസ്കാരിക രംഗത്തായാലും വൈജ്ഞാനിക രംഗത്തായാലും പിന്നെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യാപന രംഗത്തായാലും എല്ലാ നിലക്കും തന്നെ ഒരു പൊന്നിൻ്റെ പ്രഭ നിൽക്കുന്ന പ്രദേശമാണ് പൊന്നാനി. ആയതുകൊണ്ടിട്ടാണ് പൊന്നാനി എന്ന് പേര് സിദ്ധിക്കാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്.